പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ട്രെൻഡിങ് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്നും പറയുന്ന പോലെ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ റേഷ്യോ സെലക്ട് ചെയ്യണം. ഞാനിവിടെ 9:16 ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഫോട്ടോ വെച്ചിട്ടാണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നീളം 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നടുക്കത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് സ്ക്രീനിൽ ഫിറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് എത്രയാണോ കാണേണ്ടത് അത്ര നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എനിക്ക് സ്ക്രീനിൽ ഈ ഒരു പിക്ക് എത്രത്തോളം കാണണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പിക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഈക്വൽ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പിക്ക് എത്രയാണോ വീഡിയോൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോട്ടോൻ്റെ ഒരു കോപ്പി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ക് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ആവും. അപ്പോൾ നമ്മൾ അതവിടെ ഇക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്കിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കളർ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ ഫിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യുക. നല്ല ചേഞ്ചുള്ള കളർ സെലക്ട് ചെയ്യണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് നല്ല. അതിൽ ഏതെങ്കിലും ഒരു മോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലെയർ ഓപ്ഷനിൽ പോവുക. ലെയർ ഓപ്ഷനിൽ നിന്ന് മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് നമ്മുടെ ഗ്രീൻ സ്ക്രീന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗ്രീൻ സ്ക്രീന് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തു. അതിനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ മേലെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ മിഡിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൽ സെക്കൻഡ് വൺ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഇവിടെ ഫുൾ സ്ക്രീനായി. ഇനി ഇതിനെ ഒന്ന് ക്രോമാക്കി ഇനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നമ്മുടെ ഗ്രീൻ സ്ക്രീന് സെലക്ട് ചെയ്യണം. ക്രോമാക്കി ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ഒന്നും കൂടി സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് സൈഡിൽ താഴോട്ട് പോയാൽ ക്രോമാക്കി ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഇനേബിൾ ചെയ്തിടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ബ്ലൂ കളർ കീ കളർ ബ്ലൂ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ കറക്റ്റ് കാണുന്ന വിധത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നമ്പേഴ്സ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായി. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. അതിന് എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുക, സേവ് കൊടുക്കാം. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം 9:16 തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മളിനി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ ഇല്ലേ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇനി എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോൻ്റെ അത്ര ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ വീഡിയോ നേരത്തെ സെറ്റ് ചെയ്തത് 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ലെങ്ത്ത് സെറ്റായി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച വീഡിയോ ഒന്ന് ആഡ് ചെയ്യണം. അതിനാദ്യം തന്നെ എന്ത് ചെയ്യുക, ലെയർ ഓപ്ഷനിൽ പോവുക. ലെയർ ഓപ്ഷനിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യുക. മീഡിയയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനതവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫുൾ സ്ക്രീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ 3 ഓപ്ഷൻ, അതിലത്തെ മിഡിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഫുൾ സ്ക്രീനായി. നമുക്ക് ഇങ്ങനെ കാണാം ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ ഒരു ലെയർ ഒന്നുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ക്രോമാക്കി എനേബിൾ ചെയ്യണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴോട്ട് പോയിട്ട് ക്രോമാക്കി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ അവിടെ ഗ്രീൻ കളർ തന്നെയാണോ എന്ന് നോക്കുക. നോക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഈ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഇത് പ്ലേ ആക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക, ആ ഒരു പിക്കിൻ്റെ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിനി എന്ത് ചെയ്യണം, ഇതിലേക്കൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യാനുണ്ട്. ആ ടെംപ്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് നമ്മുടെ ടെംപ്ലേറ്റ് എവിടെയാണുള്ളത് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടെംപ്ലേറ്റ് ആഡ് ചെയ്തു. ഇനി അതിനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മേലെയുള്ള 3 ഓപ്ഷനിൽ മിഡിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക.
ഇതിനൊന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അതും സെറ്റ്. ഇനി എന്ത് ചെയ്യണം, ഈ ടെംപ്ലേറ്റിലും നമ്മൾ ക്രോമാക്കി എനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ താഴോട്ട് ക്രോമാക്കി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് എനേബിൾ ചെയ്തിടുക. എനേബിൾ ചെയ്തിട്ട് അവിടെയുള്ള കളർ, കീ കളർ എന്ത് ചെയ്യുക, ഗ്രീന് സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ലൈറ്റിംഗ് എഫക്റ്റും ഈ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു പ്ലേ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ആകെ ഒരു ഗ്രീൻ സ്ക്രീനും ഒരു ടെംപ്ലേറ്റും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുള്ളവർ എന്ത് ചെയ്യുക, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾ അവിടുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്ത ടെംപ്ലേറ്റോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനോ വേണ്ടവർ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്കൊരു ഓഡിയോ കൂടി ആഡ് ചെയ്യണം. അതിന് വേണമെങ്കിൽ ഓഡിയോൻ്റെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് സോങ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഒരു വീഡിയോ ഒന്ന് ഇതിലേക്ക് സോങ് ആഡ് ചെയ്യാണ്. അതിന് ആദ്യം തന്നെ ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് നമ്മുടെ സോങ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് പോവുക. അവിടെ നിന്ന് എന്തുണ്ടാവും, താഴെ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കണ്ട ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഓഡിയോ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ടാവും. അപ്പം അതൊക്കെ സെറ്റായി. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അധികം ലെയറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ 2 ലെയർ യൂസ് ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. ഇനി ഒരുപാട് വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.